നിങ്ങൾ ജീവിതത്തെ എപ്പോഴെങ്കിലും പേടിയോടെ കണ്ടിട്ടുണ്ടോ? രാത്രിയിൽ കരഞ്ഞ് കരഞ്ഞ് ഉറങ്ങാൻ പറ്റാതെ കിടന്നിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പ്രഷ്യസ് എന്ന് നമ്മൾ കരുതുന്ന ഒരാളെ നഷ്ടമായിട്ടുണ്ടോ? പിന്നെ ഈ ലോകത്തോടോ അല്ലെങ്കിൽ ഈശ്വരനോടോ എനിക്ക് മാത്രം എന്തിന്, അല്ലെങ്കിൽ വൈ മീ എന്ന ചോദ്യം എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഇതിലെല്ലാത്തിലൂടെയും കടന്നു പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ ഭയത്തിൽ നിന്ന് ആത്മവിശ്വാസത്തിലേക്കുള്ള ഒരു യാത്രയാണിത്. ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ പേടിയുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. കാരണം അത്യാവശ്യം വണ്ണം ഉണ്ടായിരുന്ന കാരണം എന്നെ എല്ലാവരും കളിയാക്കിയിരുന്നു. ഈ ബോഡി ഷേമിങ് ഇപ്പൊ പറയും, പണ്ടത് നമ്മൾ കളിയാക്കുമായിരുന്നു വീട്ടിലും പുറത്തുമൊക്കെ. കഴിഞ്ഞും ആ ഒരു കോൺഫിഡൻസ് കുറവും പേടിയൊക്കെ കാരണം എനിക്കൊന്നും തന്നെ എൻ്റെ ഹസ്ബൻഡിനോട് എക്സ്പ്രസ് ചെയ്യാനും പറ്റിയിരുന്നില്ല. എൻ്റെ ലൈഫ് മാറി തുടങ്ങിയത് 2004 എൻ്റെ മോള് നന്ദിത ജനിച്ചതിന് ശേഷം. ചെയ്യുന്ന ഓരോരോ ചെറിയ കാര്യങ്ങളും നന്ദു അപ്രീഷിയേറ്റ് ചെയ്ത് തുടങ്ങി. എല്ലാ കാര്യങ്ങളും നന്ദു ഭയങ്കര ഒരു സംഭവമായിട്ട് എനിക്ക് കുഞ്ഞു കുഞ്ഞ് ഗിഫ്റ്റ് കാർഡുകൾ ഉണ്ടാക്കി തരിക, അത് ഭയങ്കരമായിട്ട് അങ്ങ് സെലിബ്രേറ്റ് ചെയ്യുക. അപ്പം എൻ്റെ കോൺഫിഡൻസും നന്ദുവിനോടൊപ്പം വളരുമായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടും അത്രയ്ക്ക് സ്ട്രോങ് ആവുമായിരുന്നു. അങ്ങനെ നന്ദുവിൻ്റെ എൻകറേജ്മെൻറ്റും ഹെൽപ്പോടും കൂടി 2017 ഞാൻ എൻ്റെ നിഷ സ്പൈസസ് എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരുന്നപ്പം 2018 എനിക്ക് കിഡ്നിയിൽ ഒരു ക്യാൻസർ ഡിറ്റക്ട് ചെയ്തു. പിന്നെ ഒരു കുറേ മൾട്ടിപ്പിൾ സർജറീസും ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. 2019 എൻ്റെ ജീവിതം മൊത്തം മാറ്റിമറിച്ചൊരു വർഷമായിരുന്നു. എൻ്റെ നന്ദൂട്ടി ഒരു ആക്സിഡൻറ്റിൽ ഞങ്ങളെ വിട്ടുപോയി. അത് കഴിഞ്ഞപ്പം എനിക്ക് ജീവിതം ഒരു സ്റ്റാൻഡ് സ്റ്റില്ല് പോലായിപ്പോയി. എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിന്ന ഒരു സമയമായിരുന്നു. കുറേ പാനിക് അറ്റാക്സ്, ഡിപ്രഷൻ, ട്രീറ്റ്മെൻറ്റ്, തെറാപ്പി, എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെ അറിയില്ല. അങ്ങനെ ഒരു ബ്ലാക്ക് ഔട്ട് മൊമെൻറ്റ് പോലെയായിരുന്നു. എങ്ങനെയൊക്കെ ഞാൻ നിഷാസ് ഡ്രീംസ് എന്നുള്ള ഒരു ചാനൽ കണ്ടിന്യൂ ചെയ്തു. അതിലൂടെ എന്നെ പോലുള്ള കുറേ ആൾക്കാർ ലോകത്തുണ്ട്. അവർക്കൊരു ധൈര്യം പകലാണ് എൻ്റെ ലൈഫ് പർപ്പസ് എന്ന് തിരിച്ചറിയായിരുന്നു ഞാൻ. അങ്ങനെ എൻ്റെ ഒരു പേർപ്പസ് തിരിച്ചറിഞ്ഞ് ആ ചാനലിലൂടെ കുറേയൊക്കെ മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റി. പക്ഷേ അപ്പോഴും ആ ഒരു ഡിപ്രഷൻ, പാനിക് അറ്റാക്ക് മോഡൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. പക്ഷേ ലാസ്റ്റ് 1 year എന്ന് പറയുന്നത് എൻ്റെ ഒരു ട്രാൻസ്ഫർമേഷൻ ജേർണി ആയിരുന്നു. ഞാൻ കുറേ മെഡിറ്റേഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു, കുറേ ഹീലിംഗ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു, പിന്നെ ഒരു ലൈഫ് കോച്ചിങ് ക്ലാസ് അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഞാനിപ്പോൾ ഒരു സർട്ടിഫൈഡ് ലൈഫ് കോച്ചായി. അങ്ങനെ അതൊരു ഈസി ആയിട്ടുള്ളൊരു ജേർണി ആയിരുന്നില്ല. ഒരു വർഷത്തെ ഒരു ട്രാൻസ്ഫർമേഷൻ പ്രോസസ്സ് തന്നെയായിരുന്നു ഈ ഒരു മാറ്റം എന്ന് പറയുന്നത്. അപ്പം ഇപ്പം എൻ്റെ ഉള്ളിൽ എൻ്റെ നന്ദു എന്ന് പറയുന്ന ഒരിക്കലും ഒരു വേദനിപ്പിക്കുന്ന ഒരു മുറിവല്ല, പകരം എന്നെ കൈ പിടിച്ച് കൊണ്ടുപോകുന്ന ഒരു ശക്തിയാണ് എൻ്റെ നന്ദൂട്ടി. അതെനിക്ക് ഇപ്പം എനിക്ക് അത്രയും ഒരു ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയുമാണ് ഞാൻ എൻ്റെ നന്ദുവിനെ എൻ്റെ കൂടെ കൊണ്ട് നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ലൈഫിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങൾ പകച്ചു നിൽപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സപ്പോർട്ടോ ഹെൽപ്പോ ആവശ്യമാണെങ്കിൽ ഒരു കൈകളത്തിൽ ഒരു കൈത്താങ്ങായി ഞാൻ നിങ്ങളുടെ ഒപ്പം എപ്പോഴും ഉണ്ടാകും. ആസ് എ ലൈഫ് കോച്ച് എന്ത് സപ്പോർട്ടിനും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം.